അപ്പോൾ ഒരു പീസ് ഒന്ന് പൊട്ടിച്ച് ആ സോസിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പാൻ ഫ്രൈഡ് ബട്ടർ സാൽമൺ കാണുന്നതിന് മുന്നേ ആയിട്ട് ഈസി ചിക്കൻ ഫ്രൈ വിത്ത് ടൊമാറ്റോയ്ക്ക് കിട്ടിയ ഒരു കമൻറ്റ് കാണാം. എമ്മി ആൻഡ് സൂപ്പർ, കിഡ്സ് ലവ് ഇറ്റ്. അവർ ഉണ്ടാക്കിയ ശേഷം അറിയിച്ചിരിക്കുന്ന ഒരു ഫീഡ്ബാക്കാണ്. അദ്വൈത് നായറിന് താങ്ക്സ്. ഇനി ഈ റെസിപ്പി കാണുന്നതിന് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്ന കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരിക്ക് കിട്ടിയൊരു നല്ല കമൻസുകളാണ്. ലിൻസൺ ഇച്ചായൻ AKCTA എഴുതിയിരിക്കുന്നതാണ്. അമ്പോ എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്, സൂപ്പർ, കണ്ടിട്ടും കൊതി മാറുന്നില്ല. വളരെ ടേസ്റ്റാണ് കേട്ടോ ലിൻസൺ ഇച്ചായൻ AKCTA. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അടുത്തത് മഹേഷ് എഴുതിയിരിക്കുന്ന ഒരു കമൻറ്റാണ്. വോ നൈസ്, ഇറ്റ്സ് അമേസിങ്, ഐ കനോട്ട് വെയിറ്റ് ടു ട്രൈ ദിസ് റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കും കാണുന്നതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നമസ്കാരം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു പാൻ ഫ്രൈഡ് സാൽമൺ ഉണ്ടാക്കാൻ നോക്കി. ഈ സാൽമൺ ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് തോന്നുന്നു ആശ ഒരു പഴയ വീഡിയോയിൽ ഇട്ടുണ്ട് തോന്നുന്നുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ റിച്ച് കണ്ടന്റ് ആണ് കേട്ടോ ഈ ഫിഷിൽ. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഇതിനെ ഒരു മീനിനെ വറുത്ത് പൊരിച്ച് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നശിപ്പിച്ച് കഴിക്കുന്ന ഒരു പരിപാടിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്കിപ്പോൾ ഈ സായിപ്പ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കൂല. അപ്പോൾ നമ്മൾ ഒരു മാന്യമായ രീതിയിൽ അതിൻ്റെ ഒരു ഇടനിലയിൽ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊരു പാനിൽ വെച്ചിട്ട് ബട്ടർ എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് നമുക്ക് അതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു 250 ഗ്രാം സാൽമൺ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പ് വെതറുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്യുക. മറ്റേ സൈഡിലും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ. പിന്നെ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ്. ഓക്കെ, ഇപ്പോൾ മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ചെയ്യണം. മറ്റേ സൈഡിൽ നമുക്ക് അതേ സെയിം പ്രോസസ്സ് ചെയ്യാം. ഇതൊരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ പൊടിയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി വെക്കാം. നല്ല രീതിയിൽ മസാല, വേറെ മുളകും മല്ലിയൊന്നും പിടിപ്പിക്കണില്ല നമ്മൾ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ മീനൊക്കെ ഒരുവിധം മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുകയാണ് കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കുക. എന്നിട്ട് മറ്റേ തൊലിയുള്ള ഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഓക്കെ, നമ്മൾ കുറേശ്ശെ ഈ ബട്ടറേ ഇങ്ങനെ ഇതിൻ്റെ മുകളിലെടുത്ത് ഒഴിക്കാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആയി. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി മറ്റേ സൈഡ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്ന് മറിച്ചിടുക. ഈ സാൽമണ് പെട്ടെന്ന് ഇതാവൂട്ടാ. ഈ സമയത്ത് നമ്മളൊരു 5-6 അല്ലി കുരുമുളകല്ല, ഗാർലിക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മറ്റേ സൈഡും കൂടി മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഗാർലിക് വേവും. ഈ കറുത്ത കളറ് നിങ്ങൾ കരിഞ്ഞതെന്ന് വിചാരിക്കേണ്ട, അത് കുരുമുളകിൻ്റെ കളറാണ്. ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി അതിൻ്റെ മുകളിൽ പിഴിയാണ്. ഓക്കെ, ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി വേവട്ടെ. സാൽമൺ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി നമ്മുടെ ബാക്കിയുള്ള ബട്ടറും ആ ഗാർലിക്കും കൂടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ജ്യൂസി സോസ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്യാം. ഒരു 2 ലെമൺ സ്ലൈസസ്, കുറച്ച് ചോപ്പ്ഡ് സ്പ്രിംഗ് ഒനിയൻ അതിൻ്റെ മുകളിൽ വെതറുക. നമ്മുടെ പാൻ ഫ്രൈഡ് സാൽമൺ റെഡി ആയിട്ടാണ്. ഒരു പീസ് ഒന്ന് പൊട്ടിച്ച് ആ സോസിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം.